ഇങ്ങനെ കരയരുത്, ഇത്ര സെൻസിറ്റീവ് ആകരുത്, അല്പം കൂടി സ്ട്രോങ് ആയിരിക്കണം. നമ്മളിൽ പലരും പണ്ട് മുതലേ കേൾക്കുന്ന ചില കാര്യങ്ങളായിരിക്കും ഇവ. അങ്ങനെ നമ്മൾ പോലും അറിയാതെ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ചില വികാരങ്ങൾ സ്വീകാര്യമാണ്, എന്നാൽ ചിലത് സ്വീകാര്യമല്ല. അങ്ങനെ നമ്മൾ ചില വികാരങ്ങളെ പ്രകടിപ്പിക്കാതായി. അവയെ നമ്മൾ മറയ്ക്കാൻ ആരംഭിച്ചു. നമ്മൾ ഒറ്റയ്ക്ക് ചുമന്നു. വികാരങ്ങളെ മറച്ചു വയ്ക്കുന്നത് എങ്ങനെ നമ്മുടെ ആത്മവിശ്വാസത്തെയും സ്വയം മൂല്യത്തെയും നമ്മളുമായുള്ള ബന്ധത്തെയും ബാധിക്കുമെന്നും ഇവയെ മറികടക്കുവാൻ നമുക്കെന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ കാണാൻ പോകുന്നു. ആരും ഒറ്റ ദിവസം കൊണ്ട് വികാരങ്ങൾ പ്രകടിപ്പിക്കാതാവുന്നവരല്ല. അത് സാവധാനം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നെഗറ്റീവായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് മോശമാണ്, നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യുന്നതാണ്, ദുർബലരായതുകൊണ്ടാണ് എന്നെല്ലാം കേട്ട് പതിയെ നമ്മൾ ഫീലിങ്സിനെ പ്രകടിപ്പിക്കാതാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ അതിനോട് അഡാപ്റ്റഡായി മാറുന്നു, സ്ട്രോങ് ആയി നിലകൊള്ളുന്നു, പരാതികളൊന്നും പറയാതെ നിശബ്ദരായി മാറുന്നു. എന്നാൽ നമ്മൾ നിരന്തരമായി നമ്മുടെ വികാരങ്ങളെ മറച്ചു വെക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഡിസ്കണക്റ്റഡായി മാറുന്നു. എനിക്കെങ്ങനെ അനുഭവപ്പെടുന്നു, എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ പ്രധാനപ്പെട്ടതായി പരിഗണിക്കുന്നവ എന്താണ് എന്നിവയെല്ലാം നമ്മൾ ചോദിക്കുന്നത് അവസാനിപ്പിക്കുന്നു. അതിനു പകരം നമ്മൾ എപ്പോഴും മറ്റു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു. മറ്റുള്ളവർക്ക് എന്തു വേണം, അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്, അവർ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നതിലെല്ലാം. ഇത് നിങ്ങളുടെ സെൽഫ് വർത്തിനെ, സ്വയം മൂല്യത്തെ സാരമായി ബാധിക്കുന്നു. കാരണം സെൽഫ് വർത്ത് വളരുന്നത് നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ്. എന്നാൽ നിങ്ങളുടെ പല ഭാഗങ്ങളെയും നിങ്ങൾ മറച്ചു വെക്കുമ്പോൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയാതാകുന്നു. പല ആളുകളും മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതിൽ അത്രയധികം മികവ് പുലർത്തുന്നതിനാൽ തങ്ങളുടെ ഉള്ളിലെ സ്വരം കേൾക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ഇത് വൈകാരിക ഭാരത്തിന്, എക്സോഷന് കാരണമാകുന്നു. നമ്മുടെ ലക്ഷ്യം നമ്മുടെ എല്ലാ വികാരങ്ങളെയും മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കുന്നതല്ല, മറിച്ച് നിങ്ങളെ തന്നെ ഉപേക്ഷിക്കാതിരിക്കുന്നതാണ്. നിങ്ങളെ വീണ്ടും കേൾക്കാൻ ആരംഭിക്കുകയും നിങ്ങൾക്കെങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് ബോധവാന്മാരാകുവാനും അവ അംഗീകരിക്കുവാനുമാണ്. കാരണം നമ്മുടെ വികാരങ്ങൾ നമ്മുടെ വീക്ക്നെസ് അല്ല, അത് ഇൻഫോർമേഷനാണ്. എന്താണ് പ്രാധാന്യമർഹിക്കുന്നത്, എന്താണ് വേദനയുണ്ടാക്കുന്നത്, അറ്റൻഷൻ വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഹീലിംഗ് വേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനൊക്കെ. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രാക്ടീസ് ചെയ്യാം. സാവധാനത്തിലൊരു ശ്വാസമെടുക്കാം. സ്വയം ചോദിക്കാം, ഈയിടെയായി ഞാൻ എൻ്റെ ഏത് വികാരങ്ങളെയാണ് അവഗണിക്കുന്നത്? ദുഃഖമാണോ, നിരാശയാണോ, ഒറ്റപ്പെടലാണോ, അതോ ഭയമാണോ? ഇവയൊന്നും നിങ്ങൾ പരിഹരിക്കേണ്ടതില്ല, ഇവയെ മാറ്റുകയും വേണ്ട. ഇവയെക്കുറിച്ച് അവബോധമുള്ളവരാകുക മാത്രം മതി. കാരണം ചിലപ്പോഴൊക്കെ ഹീലിംഗ് ആരംഭിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുമ്പോഴാണ്, പ്രിറ്റൻഡ് ചെയ്യുന്നത്, നടിക്കുന്നത് അവസാനിപ്പിക്കുമ്പോഴാണ്. ഈ ആഴ്ചയിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ: 1. ഉള്ളിൽ ശരിയായി തോന്നാത്തപ്പോഴും ഞാൻ ഓക്കെയാണ്, ഐ ആം ഫൈൻ എന്ന് പറയുന്ന സാഹചര്യങ്ങളെ നിരീക്ഷിക്കുക. 2. പോസ് ചെയ്ത് സ്വയം ചോദിക്കാം, ഇപ്പോഴെനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് അനുഭവപ്പെടുന്നത്? 3. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആ ദിവസം അനുഭവപ്പെട്ട ഒരു വികാരം എഴുതാം. അവയെ നല്ലതോ മോശമോ ആയി വിധിക്കാതെ, കൂടാതെ അവ ഉണ്ടാകാനിടയായ സാഹചര്യവും എഴുതി വയ്ക്കാം. ഈ 3 പ്രാക്ടീസുകൾ ചെയ്യുന്നത് നിങ്ങളെ നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാകുവാനും നിങ്ങളുമായി തന്നെ വീണ്ടും കണക്റ്റഡ് ആകുവാനും ഓട്ടോമാറ്റിക്കായി വികാരങ്ങളെ അടിച്ചു താഴ്ത്തുന്നത് കുറയുവാനും സഹായകമാകും. നമ്മളെ തന്നെ സംരക്ഷിക്കുവാൻ, നമ്മുടെ വികാരങ്ങളെ മറച്ചു വയ്ക്കുവാൻ പഠിച്ചവരാണ് നമ്മളിൽ പലരും. എന്നാൽ സ്വയം സംരക്ഷിക്കുവാൻ നമ്മൾ പഠിച്ച ഈ ശീലങ്ങൾ നമ്മളുമായുള്ള ബന്ധം മുറിയുവാൻ കാരണമാകുന്നു. അതുകൊണ്ട് ഈ ഒരാഴ്ച നമ്മുടെ വികാരങ്ങളെ തള്ളിക്കളയുന്നതിന് പകരം അവയെ കേൾക്കുവാൻ നമുക്ക് ശ്രമിക്കാം.
കൂടുതൽ ഇമോഷണൽ ആകാനല്ല, മറിച്ച് കൂടുതൽ കണക്റ്റഡ് ആകുവാൻ. കാരണം സെൽഫ് വർത്ത് വളരുന്നത് നമ്മൾ നമ്മളെ തന്നെ തള്ളിക്കളയുന്നത് അവസാനിപ്പിക്കുമ്പോഴാണ്. അടുത്ത ആഴ്ച നമ്മൾ നമ്മളെ തന്നെ എന്തുകൊണ്ട് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നുവെന്ന് നമ്മൾ കാണാൻ പോകുന്നു. അതുവരെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഇത് 30 ദിവസത്തെ സെൽഫ് വർത്ത് ആൻഡ് കോൺഫിഡൻസ് സീരീസിന്റെ ഡേ 4.